എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കേരള എക്കണോമി നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കമ്പാരിറ്റീവ്ലി മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനൊക്കെ നോക്കുമ്പോൾ അത്രയൊന്നും ഇല്ല, ഇത് കുറച്ച് കുറവാണ്. പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട്. ഈ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള പ്രോപ്പർ ഡാറ്റ കംപ്ലീറ്റ് എടുത്ത് ഒരു അനാലിസിസോ അല്ലെങ്കിൽ അത് പഠിക്കാനോ ആദ്യത്തെ ക്ലാസ്സിൽ നിൽക്കുന്നില്ല. എന്താണ് കേരള എക്കണോമി, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും, ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നുള്ളൂ. ഓക്കെ, പിന്നീട് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ഡേറ്റ എടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ പഠിക്കുന്ന രീതിയിൽ നമുക്കിത് പഠിക്കാൻ പറ്റില്ല. കേരളം ഏത് പൊസിഷനിലാണ്, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എത്രത്തോളമാണ് നമ്മുടെ ലിറ്ററസി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ GDP, എന്താണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിൻ്റെ കമ്പാരിസൺ എന്താണ്, സദേൺ സ്റ്റേറ്റുമായിട്ട് നമ്മുടെ കമ്പാരിസൺ എന്താണ്, ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അത് തന്നെയാണ് അതിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കേരള മോഡൽ എക്കണോമി എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റുകൾ, അതുപോലെ തന്നെ എന്താണ് ചലഞ്ചസ്, പുതിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരള മോഡൽ എക്കണോമി എന്ന് നമ്മൾ പറഞ്ഞു വന്നിരുന്ന ആ ഒരു മോഡലിന് എന്താണ് സാധ്യത. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലാണ് ആ സിലബസ് അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് പറയുന്നത് കേരള എക്കണോമിയിൽ കുറച്ച് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഇത് കേരള എക്കണോമി തുടങ്ങുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് മുൻപ് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അവസ്ഥകൾ, അതിനുശേഷം പിന്നെ ഏതൊക്കെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, കേരളത്തിൻ്റെ നമുക്ക് ഒരു ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തിലും എന്തായിരുന്നു പ്രത്യേകത, ഇങ്ങനത്തെ ഒക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടർന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, കുറച്ച് ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാലേ, ഒരു സദേൺ സ്റ്റേറ്റാണ് കേരള. അതിൽ തന്നെ വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ്. 38,863 സ്ക്വയർ കിലോമീറ്ററാണ്. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ദശലക്ഷം പോപ്പുലേഷനാണ്. 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഡെൻസിറ്റി താരതമ്യേന കുറച്ച് കൂടുതലാണ്, 834 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഡെൻസിറ്റി കുറച്ച് കൂടുകയും വളരെ കേരളത്തിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള, അതായത് വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഡെൻസിറ്റി ഉള്ളത് കൊണ്ടും നമുക്ക് നമ്മുടെ വികസനത്തിനും ഗ്രോത്തിനും ഒക്കെ വളരെ എന്താ പറയുക അനുകൂലമായിട്ടുള്ള കാര്യമാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പോക്കറ്റുകളിൽ വലിയ ഡെസേർട്ട് ചുറ്റപ്പെട്ടതോ അല്ലെങ്കിൽ ഹില്ലി ഏരിയയിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള അധികം സ്ഥലങ്ങളില്ല. നമുക്ക് സ്ഥലങ്ങളുണ്ട്, അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ ഡെവലപ്മെൻറ്റ് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് ഒരു ഇലക്ട്രിക് ലൈൻ വലിക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ ഒക്കെ അവിടേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമുക്ക് അട്ടപ്പാടിയൊക്കെ വലിയൊരു ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായുള്ളൂ, അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള, വളരെ വിദൂരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. അത് എക്കണോമിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കേരളം ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്നത് അതിൻ്റെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. വളരെ താഴ്ന്ന ഒരു പെർ ക്യാപിറ്റ ഇൻകം ആണ് ഉള്ളതെങ്കിൽ കൂടി ഒരു ഇടത്തരം രാജ്യത്തിൻ്റെ എന്താ പറയുക സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മെയിൻ എന്താ പറയുക കോറായിട്ടുള്ള നമ്മുടെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ 3 തരത്തിലാണ് നമ്മുടെ എന്താ പറയുക അതിൻ്റെ ഒരു ജോഗ്രഫിക്കലി നമ്മൾ തിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹെവി മൺസൂൺ റെയിൻ കിട്ടുന്ന സ്ഥലങ്ങളാണ് അതേപോലെ തന്നെ സദേൺ സ്റ്റേറ്റിലെ വെസ്റ്റേൺ ഏരിയയിലുള്ള സ്ഥലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കർണാടക ഉണ്ട്, അതുപോലെ മഹാരാഷ്ട്ര ഉണ്ട്, അതുപോലെ കേരളമുണ്ട്. ഓക്കെ, ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ വെസ്റ്റേൺ ഘട്ടൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് അപ്പുറത്ത് മഴനിഴൽ പ്രദേശമായിട്ട്
സ്ഥലങ്ങളില്ല, വരൾച്ചയോ ക്ഷാമങ്ങളോ ഉണ്ടാവുന്ന വലിയ ഏരിയകളില്ല. എന്നാൽ കേരളത്തിന് തൊട്ടപ്പുറത്ത് തമിഴ്നാടിന് അത്തരത്തിലുള്ള ഏരിയകളുണ്ട്. കർണാടകത്തിൽ തന്നെ തീരപ്രദേശത്തിൻ്റെ എക്കണോമി, അതിൻ്റെ അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ജീവിതം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഘട്ടിന് ഇപ്പുറത്ത്, അതായത് കിഴക്ക് വശത്തുള്ള അവരുടെ ജീവിതം വേറെ വ്യത്യസ്തമാണ്. അതിനെന്താ കാരണം? ഈ പറഞ്ഞ ഈ മഴനിഴൽ പ്രദേശത്താണ്. നമ്മളങ്ങനെയല്ല. നമ്മുടെ കേരളത്തിൽ മൊത്തമായിട്ട് വളരെ വേണ്ടത്ര മഴ കിട്ടുന്ന 44 മൊത്തം റിവേഴ്സ് ഉള്ള വളരെ ജലസമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അതിൽ ജലസമൃദ്ധമാണെന്ന് ചോദിച്ചാൽ അത് കോൺട്രഡിക്ഷൻ ഉണ്ടാവാം. എന്നാലും മറ്റു സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വളരെ ജലസമൃദ്ധമായ എല്ലാ സ്ഥലങ്ങളിലും ജലം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെറ്റിൽമെൻറ്റ് മുഴുവൻ വളരെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഒരു കൂട്ടം വില്ലേജസ് ഒരുമിച്ച് ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ കുറേ സ്ഥലത്ത് ചിലപ്പോൾ പാടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മരുപ്രദേശങ്ങളായിരിക്കാം, അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. അതിനുശേഷം വീണ്ടും ഒരു ലൊക്കാലിറ്റിയിൽ കൂടുതൽ ജനങ്ങളുള്ള ഒരു സ്ഥലമായിരിക്കും. ഓക്കെ, അത്തരത്തിലല്ല നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു യൂണിഫോം ആയിട്ട് ആണ് നമ്മുടെ ജനസംഖ്യ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജോഗ്രഫിയിൽ. ഓക്കെ, ഇത് ഒരു കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ വികസനങ്ങൾ എത്തിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം, ഈ എപ്പിഡമിക് പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വലിയ മുമ്പ് അത്രയും ദോഷങ്ങൾ ചെയ്തിരുന്നില്ല. മറ്റേത് ഒരു തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു രോഗം, പകർച്ചവ്യാധികൾ വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് നേരിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ എന്താ പറയുക, അടുപ്പിച്ചല്ല നമ്മുടെ ഹൗസ് സെറ്റിൽമെൻറ്റുകൾ. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു ജോഗ്രഫി, അതുപോലെ തന്നെ അതിൻ്റെ എക്കോളജി പറയുകയാണെങ്കിൽ. രണ്ടാമത്തത് ഒരു റൂറൽ അർബൻ കണ്ടിന്യൂ ആണ് നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ. വേറെ സംസ്ഥാനങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ മൊത്തം ഒരു ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ, ബാംഗ്ലൂരാണ് അവിടുത്തെ ഒരു ചിലപ്പോൾ 40-60% GDP പെർസെൻറ്റേജ്, 60% എന്താ പറയുക GDP പ്രൊവൈഡ് ചെയ്യുന്നത് ആ ബാംഗ്ലൂരിൻ്റെ ഒരു 4-5 ജില്ല കൂടിയിട്ടുള്ള സ്ഥലത്തായിരിക്കും. തെലങ്കാനയാണെങ്കിൽ ഹൈദരാബാദ്. ഓക്കെ, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങേയറ്റം എന്താ പറയുക, റൂറൽ അഗ്രികൾച്ചർ, റൂറൽ സ്ഥിതിയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നഗരം അല്ലെങ്കിൽ ഗ്രാമം എന്നുള്ളതിൽ വലിയ വ്യത്യാസങ്ങളില്ല. നഗരത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും, ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മുടെ റൂറലിലും അർബനിലും വലിയ വ്യത്യാസങ്ങളില്ല. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, ഹെൽത്ത് സൗകര്യങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളുടെ അത്രയും വലിയ അന്തരം നമ്മുടെ നാട്ടിൽ. നമുക്ക് അതിനൊരു ടേമായിട്ട് റൂർബൻ എന്ന് പറയാറുണ്ട്. റൂറലും അർബനും കൂടി ചേർന്ന ഒരു വ്യവസ്ഥയാണ്. പിന്നെ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജനസംഖ്യയിൽ 47.7% നഗര ജനസംഖ്യയാണ് 2011. ഇപ്പോൾ അതിൽ കൂടിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ കേരളത്തിൽ ആക്ച്വൽ നഗരവാസികളാണ് വില്ലേജ് ഗ്രാമവാസികളെക്കാൾ കൂടുതൽ. ആ ഒരു ഫാക്ട് നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം 2011 തന്നെ 47.7 ആൾക്കാർ നഗരത്തിലാണ് താമസിക്കുന്നത്. വെറും 52% ആൾക്കാർ അന്ന് 2011. അതിനുശേഷം എത്രയോ വലിയ നഗരവൽക്കരണം നടന്നു. ഇപ്പൊ 14 വർഷമായല്ലോ. അപ്പോൾ അടുത്ത സെൻസസ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു 60-70% കുറയാത്ത നഗര ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ് ആക്ച്വലി നമ്മുടെ കേരളം. പിന്നെ പബ്ലിക് ആക്ഷൻ വളരെ കൂടുതലാണ്. എല്ലാ തരത്തിലുള്ള, അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസിയും വളരെ കീൻ ഐയോടുകൂടി വാച്ച് ചെയ്യുന്ന ഒരു പൗരസമൂഹം നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്. എല്ലാ കാര്യത്തിലും ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കാനും അവരെ പ്രഷറൈസ് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടത്തിക്കാനും പറ്റുന്ന ഒരു പ്രഷർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിവിൽ ആക്ടിവിറ്റി നല്ലോണം കൂടുതലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. വളരെയധികം, അതായത് എല്ലാ ജനസമൂഹത്തിനും സാക്ഷരത, നമുക്കറിയാലോ, സാക്ഷരതാ മിഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഒരുപാട് സാക്ഷരതാ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തി
കുട്ടികൾ വലിയവർ എന്നൊന്നും വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും വിദ്യാഭ്യാസം ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം. ഏതൊരു ഒരു എന്താ പറയുക ഗ്രാമത്തിൽ പോയാലും അവിടെയുള്ള കുടുംബാരോഗ്യ കേന്ദ്രം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അത്രയും ഫെസിലിറ്റീസ് കിട്ടും. ടീച്ചേഴ്സുള്ള സ്കൂൾസ്, നല്ല ടീച്ചേഴ്സും നല്ല രീതിയിൽ പഠനം ഉള്ള സ്കൂളുകൾ, അതുപോലെ നല്ല രീതിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക ആക്റ്റീവാണ് നമ്മുടെ കേരളത്തിൽ. മറ്റ് റാങ്കിങ്ങുകൾ എടുക്കുകയാണെങ്കിൽ മൊത്തം റൂറൽ ബേസിക് ഫെസിലിറ്റീസിലെ 22 17 കേരളമാണ് ആദ്യത്തത് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്താ പറയുക വളരെ കൃത്യമായിട്ട് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു സംസ്ഥാനത്തിനും പറയാൻ എന്താ പറയുക അവർക്കൊന്നും ഒരു സ്കോപ്പില്ലാത്ത വിധം നമ്മൾ മുന്നിലാണ് ഈ കാര്യത്തിൽ. ഓക്കെ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആൻഡ് ടോട്ടൽ ലിറ്ററസി, അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ലിറ്ററസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സിലബസിൽ തന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഡേറ്റ ഒക്കെ വെച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അത്രയും അത് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെമോഗ്രാഫിക് അച്ചീവ്മെൻറ്റ്. ഡെമോഗ്രാഫിക് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോഗ്രാഫിയിൽ കുറച്ച് സ്റ്റേജുകളുണ്ടല്ലോ. ആദ്യത്തെ സ്റ്റേജിൽ എന്തായിരിക്കും? ആദ്യം ഒരു ഉയർന്ന ജനന നിരക്കും ഉയർന്ന മരണനിരക്കും ആയിരിക്കും. അതിന് രണ്ടാമത്തെ സ്റ്റേജ് ആവുമ്പോൾ ഉയർന്ന ജനന നിരക്കും അതേപോലെ തന്നെ കുറഞ്ഞ മരണനിരക്കും ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നത് ഈ എന്താ പറയുക ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് റീപ്ലേസ്മെന്റ് ലെവലിനേക്കാൾ താഴെയാവും. അതായത് എന്താ പറയുക കുറഞ്ഞ ജനനനിരക്കും കുറഞ്ഞ മരണനിരക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റേജ് 3ലേക്ക് കേരളം 1987 എത്തി. ഇന്ത്യ മൊത്തമായിട്ട് എത്തുന്നത് 2011 സെൻസസിലൊക്കെയാണ് TFR റേറ്റ് കുറയുന്നത്. എന്നാൽ അത് മൊത്തമായിട്ട് എത്തിയോ ബീഹാർ അല്ലെങ്കിൽ മറ്റുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും ജനസംഖ്യ എന്താ പറയുക അതിരുകടന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പ്രശ്നം? ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഉണ്ടാക്കുന്ന അസറ്റിനെ നമുക്ക് പിന്നെ വീണ്ടും അത് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ ക്യാപിറ്റ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. കാരണം അസറ്റ് നമുക്ക് കൂടുന്നുണ്ടായിരിക്കും, ഗ്രോത്ത് എക്കണോമിക് ഡെവലപ്മെന്റ് കൂടുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനനുസരിച്ച് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ റിസോഴ്സ് ഡിവൈഡ് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ അവർക്കൊക്കെയുള്ള വീട്, അവർക്കൊക്കെയുള്ള എഡ്യൂക്കേഷൻ, അവർക്കൊക്കെയുള്ള റോഡ്, അവർക്കൊക്കെയുള്ള വാഹനങ്ങൾ, അവർക്കൊക്കെയുള്ള ആരോഗ്യം, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഉണ്ടാക്കിയെടുത്ത സമ്പത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ പണം കിട്ടുമ്പോഴല്ലേ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതും വികസനം ഉണ്ടാവുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം കേരളത്തിന് 1987 മുതലേ നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ ജനസംഖ്യ വർധനവ് കുറയ്ക്കാൻ സാധിച്ചു. അങ്ങനെ നമുക്ക് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം അത് വലിയൊരു ഘടകമാണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതിനും അതുപോലെ തന്നെ GDP ഒക്കെ കൂടുന്നതിനും. ഓക്കെ, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ബർത്ത് റേറ്റ് 14.3 നമ്മുടെ ബർത്ത് റേറ്റ്, അത് വളരെ കുറവാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി വെറും 6 നമ്മുടേത്, മൊത്തം രാജ്യത്തെ നോക്കുമ്പോൾ 30. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ മാത്രം പറയുന്നതാണ്. അതുപോലെ തന്നെ സെക്സ് റേഷ്യോ 1086 സ്ത്രീകൾക്ക് 1000 പുരുഷൻ എന്നുള്ളതാണ്. ഇത് ഒരേ ഒരു സംസ്ഥാനമാണ് സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ കൂടുതലുള്ളത് ഇന്ത്യയിൽ. ഓക്കെ, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി ശരാശരി ആയുർദൈർഘ്യം പുരുഷനേക്കാൾ കൂടുതലാണ് സ്ത്രീകൾക്ക്. ഇതൊക്കെ ഒരു വികസിത സമൂഹത്തിന്റെ ഒരു എന്താ പറയാ സൂചകങ്ങളാണ്. അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, ഹൈ ഫീമെയിൽ ലിറ്ററസി ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി, ഇത് രണ്ടും കൂടുതലാണ്. അതുപോലെ തന്നെ ഗേൾസ് ഔട്ട് പെർഫോം ബോയ്സ് ഇൻ അപ്പർ ക്ലാസ്സസ്, വലിയ ക്ലാസ്സുകൾ വിദ്യാഭ്യാസം നമുക്ക് സ്ത്രീകൾക്കാണ് കൂടുതൽ കിട്ടുന്നത്. സ്ട്രോങ് ഫീമെയിൽ പ്രസൻസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ സെക്ടർ, ടീച്ചേഴ്സായിട്ടും അതുപോലെ തന്നെ നേഴ്സ് ഡോക്ടർമാരായിട്ടും വളരെ ശക്തമായിട്ട് ഒരു സ്ത്രീകളുടെ പ്രസൻസ് കേരളത്തിലുണ്ട്.
അടുത്തത് ലാൻഡ് റിഫോംസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ലാൻഡ് റിഫോംസ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, വെസ്റ്റ് ബംഗാളിനെയൊക്കെ പറയാമെങ്കിലും ഏറ്റവും എഫക്റ്റീവായിട്ട് നടന്ന ഒരു സ്ഥലമാണ് കേരളം. അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകതയാണ് മൈഗ്രേഷൻ. നമ്മുടെ മൈഗ്രേഷനും റെമിറ്റൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇൻകത്തിൽ പല സമയത്തും ഒരു 20% മുതൽ 25% വരെ നമ്മുടെ പുറമെന്നുള്ള വരവാണ്. ഓക്കെ, അതായത് 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ 25 രൂപയോളം ഗൾഫിൽ നിന്ന് സമ്പാദിച്ച് അയക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ് മൈഗ്രേഷൻ, എസ്പെഷ്യലി ഗൾഫ് മൈഗ്രേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. ഇത്രയാണ് കുറച്ച് ഫീച്ചേഴ്സ്. ഈ പറഞ്ഞ ഫീച്ചേഴ്സിനെയൊക്കെ ഇലാബറേറ്റ് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്ത ക്ലാസ്സുകൾ നമ്മൾ എടുക്കാൻ പോവുക. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സിനാരിയോ കേരളത്തിന് എന്തായിരുന്നു, അല്ലെങ്കിൽ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. കൊളോണിയൽ കേരള സമയത്ത് നമുക്കറിയാം അല്ലെ, നമ്മുടെ കേരളത്തിൽ 3 പ്രവിശ്യകളായിരുന്നു. ഒന്ന് ട്രാവൻകൂർ, രണ്ടാമത്തെ കൊച്ചിൻ. ഇത് രണ്ടും ഒരു എന്താ പറയുക, രാജഭരണമായിരുന്നു അവിടെ. ഇവൻ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ച രാജാക്കന്മാരായിരുന്നു. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് നല്ലതും ചീത്തയുമായി രണ്ടും കൂടിയിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ചീത്ത കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ 3 സ്ഥലങ്ങളിലും അവരുടെ അഗ്രേറിയൻ സിസ്റ്റംസ്, കാർഷിക വ്യവസ്ഥ 3 സ്ഥലത്തും 3 തരത്തിലായിരുന്നു. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മോഡലും 3 തരത്തിലായിരുന്നു. കേരളത്തിൻ്റെ ഈ മലബാറും കൊച്ചിൻ തിരുവിതാംകൂറും ചേർത്തിട്ടുണ്ടാക്കിയ സ്ഥലങ്ങൾ 3 വ്യത്യസ്തമായ രീതിയിലാണ് ഭരണങ്ങൾ ഉണ്ടായിരുന്നതും കാർഷിക വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് കുറച്ച് നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ ലാൻഡ് ഓണർഷിപ്പ് അതുപോലെ ടാക്സേഷൻ ഒക്കെ നോക്കി വെക്കാം. അപ്പോൾ ലാൻഡ് ടാക്സ് പരമാവധി ക്യാഷ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തിരുന്നത്. തിരുവിതാംകൂറിൽ എന്താണ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 1865 ഒരു പ്രൊക്ലമേഷൻ ഉണ്ട്, നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്, പണ്ടാരപ്പാട്ട് വിളംബരം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു അഗ്രേറിയൻ എന്താ പറയുക എക്കണോമിയെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്ഥലം രാജ്യത്തിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥലം, ഈ ഗവൺമെൻറ് സ്ഥലം മറ്റുള്ള ആൾക്കാർക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് ഉടമസ്ഥാവകാശം കൊടുത്ത ഒരു പ്രൊക്ലമേഷനാണ് പണ്ടാരപ്പാട്ട് വിളംബരം. ഇതോടുകൂടി എന്തുണ്ടായെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിരുവിതാംകൂറിലുള്ള ഒരുപാട് ജനങ്ങൾക്ക് അതിൽ ഒരു കാര്യമുണ്ട്, ജാതി മത വ്യത്യാസമില്ലാതെ പലർക്കും ഈ സ്ഥലം ലഭിക്കുകയും അവർക്ക് സ്വയം അത് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ അത് കൈമാറാനൊക്കെയുള്ള അവകാശങ്ങൾ പണ്ടാരപ്പാട്ട വിളംബരം 1865 കൊടുത്തത്. ഇത് വളരെ നേരത്തെയാണ്, 1865. കൊച്ചിയിൽ ഇതേപോലത്തെ സമാനമായിട്ടുള്ള ഒരു നിയമം വരുന്ന 1909. ഓക്കെ, അപ്പം അത്രയും നേരത്തെ, ഒരു ജനറേഷൻ നേരത്തെ തന്നെ ഈ പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിൽ നടന്നിട്ടുണ്ട്. ഇനി കൊച്ചിയിൽ ഇങ്ങനെ ചെയ്തെങ്കിലും 1909 നിയമം വരുത്തിയെങ്കിലും അതിൽ വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായില്ല. അതെന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്രയധികം സ്ഥലം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതാണ് തിരുവിതാംകൂറിൻ്റെ അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ ഫാമിങ്, പ്രത്യേകിച്ച് തേയില പോലെയുള്ള സാധനങ്ങൾ അവിടെ കൂടുതലായിട്ട് വിളയിറക്കുകയും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കർഷകർക്ക് അതിൻ്റെ ലാഭമായിട്ട് കിട്ടുകയും ചെയ്തു. ഓക്കെ, ഇനി മലബാറിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടിപ്പു സുൽത്താൻ ഭരിക്കുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന നാട്ടിലെ ഹിന്ദു ജന്മിമാരെയൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി ടിപ്പുവിൻ്റെ ഡയറക്റ്റ് ഉദ്യോഗസ്ഥരാണ് അവിടെ പണം പിരിച്ചിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന വ്യക്തികൾക്ക് നേരിട്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. അവർ നേരെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്ക് മാത്രം പൈസ കൊടുക്കുന്ന അതായത് ടാക്സ് കൊടുക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയപ്പോൾ ഇത് നേരെ റിവേഴ്സ് ചെയ്തു.
അതായത് ഈ പഴയ ജന്മിമാരെ ഈ കർഷകരെ കൂടുതൽ ചൂഷണം ചെയ്തിരുന്ന പഴയ ജന്മിമാരെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവർക്ക് സ്ഥലം കൊടുക്കുകയും അവർ പിന്നെ പാട്ടം കളക്ട് ചെയ്യുകയും ചെയ്തു. ഇത് സ്വാഭാവികമായിട്ടും കർഷകരെ സംബന്ധിച്ചോളം വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള വലിയ ചൂഷണം ഒഴിവാക്കിയിട്ട് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആ ഉടമസ്ഥാവകാശം ഒഴിവാക്കിയിട്ട് അവരെ അവിടുത്തെ കുടിയാന്മാരാക്കുകയും ജന്മിമാരെ അതിൻ്റെ ഉടമസ്ഥാവകാശം കൊടുക്കുകയും ചെയ്തു. ഓക്കെ, നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പല സമയത്തും വലിയ പ്രശ്നങ്ങൾ ഈ കാർഷിക മേഖലയിൽ, മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ കാർഷിക സംഘടനകൾ കൊച്ചിയിലോ തിരുവിതാംകൂറോ ഉണ്ടായില്ല. ഓക്കെ, അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഒരു തവണ ടിപ്പു വന്ന് ഉടമസ്ഥാവകാശം കൃഷിക്കാർക്ക് തന്നെ കൊടുക്കുകയും അതിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വ്യവസ്ഥ മാറ്റിയിട്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പഴയ ജന്മി വ്യവസ്ഥ കൊണ്ടുവരികയും കൃഷിക്കാരെ അതിൻ്റെ ഉടമസ്ഥാവകാശത്ത് മാറ്റി ജന്മിമാർക്ക് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൃഷി ഒട്ടും അട്രാക്റ്റീവ് ആയിരുന്നില്ല, ഒട്ടും ലാഭവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ മലബാറിനെ കമ്പയർ ചെയ്യുമ്പോൾ തിരുവിതാംകൂറയും കൊച്ചിയും കുറച്ചുകൂടി നല്ലൊരു എൻവയൺമെന്റ് ആയിരുന്നു ഫാർമേഴ്സിന്. പിന്നെ അതാണ് നമ്മുടെ ലാൻഡ് ആയിട്ടുള്ള ഫാമിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൊക്കെ ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ. അത്രമാത്രം നമുക്ക് മതി തോന്നും. നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ പഴയ സിനാരിയോസ് പഠിക്കാനില്ല. നമ്മൾ ഒരു എക്കണോമി മനസ്സിലാക്കുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് അതൊക്കെ പറഞ്ഞത്. നമുക്ക് എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സിനാരിയോയിൽ 1817 തന്നെ രാജ്യ വിളംബരം തിരുവിതാംകൂറിൽ രാജ്ഞി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രാമീണ തലത്തിലെ വിദ്യാഭ്യാസത്തിന് അവർക്ക് ഗ്രാൻഡ് കൊടുത്തിട്ട്. ഓക്കെ, 1817 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. 1813 ചാർട്ടർ ആക്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ അതിൽ പറയുന്നുണ്ട്. അതായത് മിഷനറിമാർക്ക് വന്ന് ഇന്ത്യയിൽ താമസിക്കാനും അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾ നടത്താനും അനുവദിച്ചത് 1813. ബ്രിട്ടീഷുകാർ ഇതിന് മുമ്പ് ഉണ്ടെങ്കിലും കൂടി ഈ മിഷനറി പോലെയുള്ള കാര്യങ്ങളെ അനുവദിച്ചിരുന്നില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആൾക്കാർ വന്നു, ഇവിടെ ഒരു സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കി. ഈ മിഷനറിമാരെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള ഹിന്ദുക്കളെയൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പ്രോപ്പർ ബിസിനസ് നടക്കില്ല ഇവർ വന്നാൽ എന്നുള്ള ഒരു അസംഷനോട് കൂടി ഇവരെന്നെ ഒന്നും ഇത് ചെയ്യാനൊന്നും അനുവദിച്ചിരുന്നില്ല. എന്നാൽ 1813 ചാർട്ടർ ആക്ടിലാണ് ഈ അനുവാദം അവർക്ക് കൊടുത്തത്. ഗവൺമെന്റിന്റെ, അതായത് രാജാവിനെ സമീപിക്കുകയും അവർ പ്രഷർ ചെലുത്തുകയും യൂട്ടിലിറ്റേറിയൻ തിയറി എന്നൊക്കെ പറയും, അത്തരത്തിലുള്ള തിയറി അനുസരിച്ച് ഒരുപാട് പേർക്ക് നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ചർച്ചയിലേക്ക് മുമ്പ് പോകേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയണം, അങ്ങനെ അവർ 1813 അഗ്രി ചെയ്ത സാധനം 1817 ആകുമ്പോഴേക്കും കേരളത്തിൽ അതിന്റെ എഫക്റ്റ് കാണാണ്. തിരുവിതാംകൂർ എന്താ പറയാ, തിരുവിതാംകൂറിലെ രാജ്ഞി വിളംബരം പുറപ്പെടുവിക്കുകയും റൂറൽ എഡ്യൂക്കേഷന് പൈസ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ പൈസ ആരാണ് കളക്ട് ചെയ്യുന്നത്? ഇത് ചെറിയ ചെറിയ വിദ്യാലയങ്ങൾ ഇതുപോലെ മിഷണറിമാർ ഉണ്ടാക്കിയിട്ട് അവർക്ക് ആധുനിക വിദ്യാഭ്യാസം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള, അതായത് 1813 ഇന്ത്യയിലെ മൊത്തം മിഷണറി പ്രവർത്തനത്തിന് ഇംഗ്ലണ്ട് അനുവാദം കൊടുക്കുകയും 1817 മുതലേ നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടാവും 3-4 വർഷം കൊണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും എന്താ പറയാ, നമ്മളൊരു ഫ്രണ്ട് റണ്ണറാണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, പ്രൊട്ടസ്റ്റന്റ് മിഷണറി സ്റ്റാർട്ടഡ് CMS ഗ്രാമർ സ്കൂൾ 1834 CMS ആദ്യത്തെ സ്കൂൾ തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക, ഗേൾസിന് ഫ്രീ ആയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ 1896 തിരുവിതാംകൂറിൽ തുടങ്ങി, 1901 കൊച്ചിയിലും തുടങ്ങി. ഓക്കെ, ഇതിലൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മലബാറിൽ ഇത്തരത്തിലുള്ള വലിയ ആക്ടിവിറ്റീസ് ഒന്നും അവിടെ നടന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റൂളിംഗ് ആണ്. എന്താ പറയുക, രാജാക്കന്മാരെ പ്രഷറൈസ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നു ഈ ബ്രിട്ടീഷ് റൂളേഴ്സിനെ പ്രഷറൈസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യം അവിടെ നടത്താനും. കാരണം മലബാർ എന്ന് പറഞ്ഞ ഒരു ജില്ല മാത്രമാണ് മദ്രാസ് പ്രസിഡൻസിയിലെ. ഓക്കെ, പക്ഷെ കൊച്ചി എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്.
അതുപോലെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടിയൊക്കെ പ്രഷറൈസ് ചെയ്യാനും, അതുപോലെ തന്നെ പൊതുവെ പറയപ്പെടുന്നത് ഈ മിഷനറീസിൻ്റെ വർക്ക് കൂടുതലായിട്ട് ഈ കൺവേർഷൻ കൂടുതലായിട്ട് വരുമല്ലോ. താഴ്ന്ന ജാതിക്കാർ കൂടുതലായിട്ട് കൺവേർട്ട് ആകുമ്പോൾ ഗവൺമെന്റിന് അത് നോക്കിയിരിക്കാൻ പറ്റില്ല, അത് തടയേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയാണ് ഈ വിദ്യാഭ്യാസത്തിനൊക്കെ ഗവൺമെന്റ് അതായത് പഴയ രാജ്യങ്ങൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തതെന്നും ഒരു വാദമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് സോഷ്യൽ റിഫോംസിൻ്റെ ഒരു വശം കൂടി നോക്കാം. മിഷണറീസ് ആൻഡ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് പയനിയർഡ് മോഡേൺ സ്കൂളിംഗ്, അത് നമ്മൾ പറഞ്ഞു. കാത്തലിക് ആൻഡ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ലാഗ്ഡ്. ലാറ്റിൻ കാത്തലിക് അതുപോലെ തന്നെ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, ഈ ഒരു കാർഷികമായിട്ടുള്ള ഒരു ബന്ധം കൂടി ഈ വിദ്യാഭ്യാസത്തിനുണ്ട്. കൊമേഴ്ഷ്യലൈസേഷൻ, കൃഷിയുടെ കൊമേഴ്സ്യലൈസേഷൻ, അതിൻ്റെ ഒരുപാട് പേപ്പർ വർക്കുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിനൊന്നും അത്ര ഒരു ആവശ്യകത ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് പൊതുവെ ഈ എഡ്യൂക്കേഷനിൽ ലാഗ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻസ് 1930 മുതൽ തന്നെ അവരുടെ സ്കൂളുകൾ തുടങ്ങി അവർ അതിൽ മുന്നോട്ട് വരികയും ചെയ്തു. ഓക്കെ, പിന്നെ ഉള്ളത് കാസ്റ്റുകളാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ മൊത്തം ഒരുപാട് കാസ്റ്റുകളും അതുപോലെ തന്നെ ഇതിനൊക്കെ റൂൾ ചെയ്യുന്ന ശങ്കര സ്മൃതി പോലെയുള്ള സ്മൃതികളൊക്കെയാണ് നമ്മുടെ റൂളിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആധുനികത എന്താണ്, മാനവികത എന്താണ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി. ആധുനിക വിദ്യാഭ്യാസത്തിൽ നിന്ന് തന്നെ അതൊക്കെ മനസ്സിലാക്കി. നമ്മൾ ഈ പറഞ്ഞ ശങ്കര സ്മൃതി അതുപോലെ മനുസ്മൃതിയൊക്കെ ഏറ്റവും പുരാതന മനുഷ്യനെ ദ്രോഹിക്കുന്നതായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ചേർന്നതല്ല, ചില ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ ബെനിഫിറ്റ്. അതിൽ തന്നെ കുറെ ആൾക്കാരെ വല്ലാത്തൊരു ചൂഷണത്തിന്റെ മിഷണറീസ് ആണെന്ന് മനസ്സിലാക്കി. പിന്നെ പൊതുവെ കേരളം ആധുനികതയിലേക്കും അതുപോലെ തന്നെ അതിന്റെ മാനവിക വശത്തിലേക്കും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കും. ഓരോ കാസ്റ്റിനും അതിലുണ്ടായിരുന്ന പരമാവധി ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളൊക്കെ ഒഴിവാക്കാൻ നോക്കി. വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരീസിന്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, അപ്പൻ നമ്പൂതിരിമാരുടെ പ്രശ്നങ്ങൾ, അതായത് ഒരു ഒരു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ സ്വത്ത് ബൈഫർക്കേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പുരുഷന് മാത്രം, അതായത് ഏറ്റവും മുതിർന്ന പുരുഷന് മാത്രം വിവാഹം, ബാക്കിയുള്ളവർക്കൊന്നും വിവാഹമില്ല, അപ്പോൾ അവർക്കൊന്നും കുടുംബങ്ങളില്ല, അവർ മുഴുവൻ സംബന്ധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് എന്താ ഉപയോഗം, ആ മുതിർന്ന പുരുഷന് മാത്രം ഒരുപാട് ബെനിഫിറ്റ്സും മറ്റുള്ള ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ മറ്റ് താഴ്ന്ന ആൾക്കാർക്ക് മുഴുവൻ വലിയ ദുരിതങ്ങളുമാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകളുടെ ദുരിതങ്ങൾ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യും, പൊതുജനത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും എന്താ പറയുക വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്തു. ഓക്കെ, വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി കുടുംബങ്ങളിലാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി നടക്കുകയും റിഫോംസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ റിഫോം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മന്നത്ത് പത്മനാഭൻ ആയിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, അതുപോലെ തന്നെ അയ്യങ്കാളി ആയിക്കോട്ടെ, ഏറ്റവും അവരുടെ ഒരു പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ മാരേജ് നിയമങ്ങളൊക്കെ മാറ്റം വരുത്തുക. ഓക്കെ, അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. ശ്രീനാരായണ ഗുരു 1903 SNDP സ്ഥാപിച്ചു. അറിയാലോ നമുക്ക്, ഇതൊക്കെ നവോത്ഥാനത്തിൽ പഠിക്കേണ്ടതാണ്, എക്കണോമിക്സിൽ പഠിക്കേണ്ടതല്ല. പക്ഷെ ഇതൊക്കെ വളരെ ഫാക്ടറാണ്. എന്തുകൊണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം. നമ്മൾ ഒരു എക്കണോമിക്സിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ, വിദ്യാഭ്യാസം അല്ലെ. അപ്പൊ ആ വിദ്യാഭ്യാസം എങ്ങനെ വന്നത്, ഇത്തരത്തിലുള്ള റിഫോംസ് കൊണ്ടാണ് വന്നത്. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ സോഷ്യൽ റിഫോംസിനും വലിയ പങ്കുണ്ട് എന്ന് പറയാൻ മാത്രമാണ് ഇതിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ കേരളത്തിന്റെ മൊത്തം ഈ 1956 മുതൽ ഇപ്പോൾ 1925 വരെ എടുക്കുകയാണെങ്കിൽ പല രീതിയിൽ നമുക്കതിനെ പല ഘട്ടങ്ങളായിട്ട് മാറ്റാം. ഓക്കെ, പലരും പല രീതിയിലാണ് ഘട്ടങ്ങളാക്കുന്നത്. എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഏകദേശം ഐഡിയ കിട്ടുന്നത് എല്ലാവരും ആ കാര്യത്തിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ബൈഫർക്കേറ്റ് ചെയ്യുന്നത്.
ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1956 മുതൽ 70s, അതായത് 75-76 വരെയുള്ള സമയമാണ്. അത് പ്യുവർലി നമ്മൾ അഗ്രികൾച്ചർ എക്കണോമിയാണ്. ഈ അഗ്രികൾച്ചർ എക്കണോമി ആണെങ്കിൽ തന്നെ ഒരു കേരള മോഡൽ ഡെവലപ്മെൻറ്റ് അപ്പം തന്നെ വന്നിട്ടുണ്ട്. എന്താണ് കാരണം നിങ്ങൾക്കറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരെയും ലാൻഡ് റിഫോമൻസിന് വലിയ എഫോർട്ട് എടുക്കുകയും പരമാവധി അതിൽ വിജയിക്കുകയും ചെയ്തു. മുഴുവനായിട്ടല്ല, അതിൽ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതിനെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കേരള മോഡലിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അതായത് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എഡ്യൂക്കേഷനൊരു പണ്ടുണ്ടായിരുന്ന ഫീസുകൾ ഒഴിവാക്കി, അതുപോലെ തന്നെ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹെൽത്തിന് വലിയ പ്രൊമോഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 1956 മുതൽ 70 വരെയുള്ള സമയത്തും ചെയ്തിരുന്നു. ഓക്കെ, എന്നാൽ കൂടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ സമയത്ത് ഇന്ത്യയിലെ ശരാശരി ഒരു സംസ്ഥാനത്തിൻ്റെക്കാളും പിന്നിലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഈ ബൂമിങ്ങൊക്കെ ഇപ്പോൾ അടുത്തുണ്ടായതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിലൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കാളൊക്കെ വലിയ എന്താ പറയുക അച്ചീവ്മെൻ്റ് ഉണ്ട്. പക്ഷെ പണ്ട് ഈ പറഞ്ഞ 1956-76 ദേശീയ ശരാശരിയേക്കാൾ താഴ്ന്നിട്ടാണ് നമ്മുടെ ഗ്രോത്ത് റേറ്റും അതേപോലെ തന്നെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം. അതൊക്കെ എങ്ങനെ മാറി എന്നുള്ളത് നമ്മൾ ഇനി കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 75-കൾക്ക് ശേഷം, ഇപ്പോൾ 80-സിലും 90-സിലും കേരളത്തിൽ അനുഭവപ്പെട്ട വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗൾഫ് ബൂം. അതുപോലെ തന്നെ നമുക്ക് റെമിറ്റൻസ് വരാൻ തുടങ്ങിയത്. മാസീവ് ലാർജ് മൈഗ്രേഷൻ ടു ഗൾഫ് കൺട്രീസ് ലെഡ് ഫോറിൻ റെമിറ്റൻസ് ബിക്കം എ മേജർ എക്കണോമിക് പില്ലർ. Agriculture declined as the service sector grew, boosting consumerism and living standards. Okay, അപ്പോൾ അഗ്രികൾച്ചറിൽ ഡീക്ലൈൻ ഉണ്ടായി, പകരം സർവീസ് സെക്ടർ ബൂം ചെയ്തു. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ അതിനുശേഷം ഇതിൽ പറയാത്തൊരു സ്റ്റേജ് ഉണ്ട്. ഈ പറഞ്ഞ 1991 ലിബറലൈസേഷൻ എന്ന ഒരു സംഭവം വന്നു. കേരളത്തിൽ ആക്ച്വലി ലിബറലൈസേഷൻ വന്നെങ്കിലും 1991 മുതൽ 96 വരെ ഭരിച്ചിരുന്നവർ അത്ര വലിയ കാര്യമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം എന്ന് അറിയാലോ, ലെഫ്റ്റ് പ്രസൻസ് വളരെ കൂടുതലാണ് ഇവിടെ. ഈ ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളവൽക്കരണം, ഒരു 10-30 വയസ്സൊക്കെ ആയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ 35 വയസ്സായ ആൾക്കാർക്ക് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ആ സമയത്ത് എന്തുമാത്രം കടുത്ത വിമർശനമാണ്. ഈവൻ ഈ പറഞ്ഞ 1991-96 ഗവൺമെന്റ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് ചെയ്തിരുന്നെങ്കിൽ കൂടി കടുത്ത വിമർശനം, കടുത്ത പ്രചരണമായിരുന്നു. അത് വലിയൊരു വിപത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. എന്നാൽ ആക്ച്വലി നമ്മുടെ കേരളത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് ഉണ്ടായത്. നമുക്ക് അതിൻ്റെ സർവീസ് സെക്ടർ ബൂം ചെയ്യാനും ടൂറിസം, IT ഇതിലൊക്കെ നമ്മളൊരു ബെനിഫിഷ്യറി ആവുകയാണ് ചെയ്തത്. എങ്കിൽ കൂടി ആ സമയത്ത് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. ഈ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിപത്താണ് എന്നുള്ള രീതിയിൽ. പിന്നെ അതിനുശേഷം 96 മുതൽ 2001 ഗവൺമെന്റ് ഒബ്വിയസ് ആയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല, കാരണം ലെഫ്റ്റ് ഗവൺമെന്റ്. അതിനുശേഷമാണ് ആക്ച്വലി ലിബറലൈസേഷൻ വരുന്നത്. നമുക്ക് 2001 മുതലാണ് കേരളത്തിൽ ആക്ച്വലി ലിബറലൈസേഷൻ്റെ പുതിയ ചുവടുകൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകൾക്ക് അംഗീകാരം കൊടുക്കുന്നു, അതിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മനസ്സിലാവുന്നു. അപ്പോൾ ആ സമയത്താണ് ആക്ച്വലി നമുക്കൊരു വലിയൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലിബറലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് 1901 വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്. അത് നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ സർവീസ് ലെഡ് ഗ്രോത്ത്. അതിനുശേഷം പിന്നെ അറിയാം നമുക്ക് ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്താണെന്ന്. ആദ്യം ഓക്കി വരുന്നു, പിന്നെ നിപ്പ വരുന്നു, പിന്നെ പ്രളയം വരുന്നു, അതിനുശേഷം കോവിഡ് വരുന്നു. അങ്ങനെ ഒരു എക്കണോമിയെ സംബന്ധിച്ചോളം വളരെയധികം വലിയ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എങ്ങനെ റെസിലിയൻ്റ് ആയിട്ട് നിൽക്കാം, ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം കറണ്ട് ലെവലിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഇപ്പോഴും വളരെ വൾണറബിൾ ആണ്. എല്ലാ വർഷവും മൺസൂൺ, ലാൻഡ് സ്ലൈഡിങ് പോലെയുള്ള കാര്യങ്ങൾ, അഥവാ ഈ കോവിഡ് കഴിഞ്ഞ് വന്ന പ്രളയം, നമുക്ക് മനസ്സിലായി നമ്മൾ എത്ര വൾണറബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ക്ലൈമറ്റ് റെസിലിയൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് ഇപ്പോൾ അതൊരു അജണ്ടയാണ്. ഓക്കെ, കണക്കുകളൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഒരു ചെറിയ ഒരു രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇതിൻ്റെ ആവശ്യമാണ്.
ഓക്കെ, കേരളത്തിൻ്റെ നാഷണൽ GDP ഷെയറാണ് കാണിച്ചിരിക്കുന്നത്. 1960 മുതൽ 2023-24 വരെയുള്ള സമയങ്ങളിൽ 1960 3.4, 70 3.8, 80 3.6, 90 3.2, 2000 4.1, 2010 3.8, 2020 3.8, 2021-24 3.8. അതായത് മൊത്തം 100% നമ്മുടെ ഇന്ത്യയുടെ GDP എങ്കിൽ കേരളത്തിൻ്റെ പെർസെൻറ്റേജ് അതിൽ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പെർഫോമൻസ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? കേരളം നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ അതോ ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ല എന്നാണല്ലോ എൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. കാരണം 1960-61 നമുക്ക് 3.4 ഉണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ 23-24 എപ്പോഴും നമ്മുടെ GDP ഷെയർ എത്രയാണ്? 3.8ആണ്. വെറും 0.4 കൂടിയിട്ടുള്ളൂ. എന്നാൽ ഈ രീതിയിലല്ല സൗത്ത് സ്റ്റേറ്റുകൾ പെർഫോം ചെയ്തിരിക്കുന്നത്. കർണാടക വലിയ രീതിയിൽ 2% അതിന് മുകളിലേക്ക് പോയി, തെലങ്കാന മുകളിലേക്ക് പോയി, അതുപോലെ തന്നെ തമിഴ്നാട് മുകളിലേക്ക് പോയി. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകൾ, സദേൺ സ്റ്റേറ്റുകൾ വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മൾ ആണ് കുറച്ച് ലാഗ് ചെയ്യുന്നത്. ഇത് പറയുകയാണെങ്കിൽ 2000-2001 നമുക്ക് 4.1 ഉള്ളത് ഇപ്പോൾ കുറഞ്ഞ 3 പോയിന്റ് കുറഞ്ഞ് 3.8ലാണ്. ഇത് ഇങ്ങനെ എന്താ പറയുക, ലോ പെർഫോം ചെയ്യുന്ന ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ബാക്കിയുള്ള ഒരാളും തന്നെ പിന്നോട്ട് പോയിട്ടില്ല, അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം അതിൽ വലിയ ഇടിവ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പൊതുവെ മാരിടൈം സ്റ്റേറ്റുകൾ എല്ലാം നല്ല പെർഫോമൻസ് ആണ്. വെസ്റ്റ് ബംഗാൾ ഒഴികെ. വെസ്റ്റ് ബംഗാളിൽ അവരുടെ ഏകദേശം പകുതിയോളം അവരുടെ സ്റ്റേറ്റ് ഷെയർ പിന്നിലോട്ട് പോയി. അത് വേറെ വിഷയമാണ്, നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. വെസ്റ്റ് ബംഗാൾ ഒഴികെ ബാക്കി ഈവൻ ഒറീസ ആണ് പൊതുവെ ഈ മാരിടൈം സ്റ്റേറ്റുകളിൽ ഒരു ബാക്ക്വേർഡ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ഒറീസയ്ക്ക് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ കേരളത്തിന് അത്ര ആ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് GDPയിൽ കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഓക്കെ, അത് പിന്നെ അടുത്തത് പെർ ക്യാപിറ്റ ഇൻകം ആണ്. നാഷണൽ പെർ ക്യാപിറ്റ ഇൻകം അത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണ് മൊത്തം രാജ്യത്തിൻ്റെ എന്താ പറയുക ശരാശരി ഇൻകം എന്ന് വിചാരിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ഒരു വ്യക്തിക്ക് എത്ര രൂപയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം 100 രൂപ ആണ് മൊത്തം ഇന്ത്യക്കാർക്കും വരുമാനം 1960 കേരളത്തിൻ്റെ ഒരു വ്യക്തിയുടെ വരുമാനം 84.6 ഓക്കെ, അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാവുന്നത്? 100 രൂപ ശരാശരി ആണെങ്കിൽ നമുക്ക് 84 ഉള്ളൂ. നമുക്ക് ഒരു 15.4 കുറവാണ്, 15 രൂപയോളം കുറവാണ് ഒരു മലയാളിക്ക് കിട്ടുന്നത്. ഓക്കെ, അത് പക്ഷേ വളരെ സ്റ്റഡി ആയിട്ട് തന്നെ കൂടുന്നുണ്ട് ആഫ്റ്റർ ലിബറലൈസേഷന് മുമ്പുള്ള എല്ലാ സമയത്തും നോക്കിയാലും നോക്കും, മാക്സിമം വന്നത് 70-71 93.8. അതിനുശേഷം പിന്നെ 1990 74. ലിബറലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആവറേജിന് മുകളിലായി. 2000-2001 121, 2010-2011 129, 2020-2021 152. അപ്പോൾ 152, അതായത് 100 രൂപയാണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വരുമാനമെങ്കിൽ ഒരു മലയാളിയുടെ വരുമാനം 152 രൂപയാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് രണ്ടിലും നമ്മൾ വേറൊരു സാധനം ആഡ് ചെയ്തിട്ടില്ല, അതാണ് റെമിറ്റൻസ്. ഫോറിൻ റെമിറ്റൻസ് ഇതിൽ ആഡ് ചെയ്യാത്ത കണക്കാണ് ഇതിലുള്ളത്. എന്തുകൊണ്ട് ഫോറിൻ റെമിറ്റൻസ് ആഡ് ചെയ്യുന്നില്ല അറിയാമോ? GDPയിൽ അതുപോലെ സ്റ്റേറ്റ് GDPയിലും നാഷണൽ GDPയിലും ഫോറിൻ റെമിറ്റൻസ് വരില്ല. കാരണം അതെന്താണ്? വേറൊരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ ഉണ്ടാകുന്ന എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് നാഷണൽ ഇൻകത്തിലാണ് വരുന്നുള്ളൂ. ഓക്കെ, നാഷണൽ ഇൻകത്തിലേ വരുള്ളൂ. അത് എന്താ പറയുക, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിലേ വരുള്ളൂ. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെറിട്ടറിയിൽ ഉണ്ടാവുന്നതിനെ വരുള്ളൂ. ഓക്കെ, മറ്റേ ഏതാണ്? NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നാഷണൽ പ്രൊഡക്റ്റിലെ റെമിറ്റൻസ് വരുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ SGDPയേക്കാളും ഏകദേശം ഒരു 24% നമ്മുടെ ഫോറിൻ റെമിറ്റൻസ് ഉണ്ട്. അപ്പോൾ അത് വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അത് വലിയ വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ നമ്പറുകളിൽ ഉണ്ടാക്കും.
ഓക്കെ. പിന്നെ നമ്മുടെ സെക്ടറുകൾ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നും കൂടി നോക്കാം. 1960-61 52% നമ്മുടെ പ്രൈമറി സെക്ടർ എന്നാണ് കേരളത്തിൽ, 15% സെക്കൻഡറി, 33% ടെറിഷറി സർവീസ് സെക്ടറും. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ 2020-21 നോക്കുകയാണെങ്കിൽ വെറും 9% മാത്രമാണ് അഗ്രികൾച്ചർ സെക്ടറിന്, സെക്കൻഡറി സെക്ടറിന് 25%. അതിൽ തന്നെ നിർമ്മാണ മേഖല വലിയ ഭാഗം ഷെയർ ഉണ്ട് ഈ സെക്കൻഡറി സെക്ടറിൽ. ടെറിഷറി സെക്ടറിൽ 53 വലിയ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ സർവീസ് സെക്ടറിൽ. ഇനി ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഇത് ഒരു സാധാരണ ഒരു വികസിത രാജ്യത്തിൻ്റെ ഒരു മോഡലാണല്ലോ. കാരണം ഏറ്റവും വളരെ കുറഞ്ഞ അഗ്രികൾച്ചർ സെക്ടർ ഷെയർ, പിന്നെ അതിന് കുറച്ചുകൂടി കൂടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഷെയർ, അതിന് പിന്നെ അത് കൂടിയിട്ട് ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടറാണ്. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നതിൽ വലിയ അപകടമുണ്ട് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ അഗ്രികൾച്ചറൽ സെക്ടറിലെ ഷെയർ കുറഞ്ഞത് മറ്റുള്ളവർ പെർഫോം ചെയ്യുന്നതുകൊണ്ടല്ല, അത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കേരള മോഡൽ എക്കണോമിയിൽ എന്തൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലെ വിഷയം ഒന്ന് നോക്കാം. നമുക്ക് ഇതിന് തുടർന്ന് വരുന്ന സ്ലൈഡിൽ ഇതുണ്ട്. ഓക്കെ. അപ്പോൾ അഗ്രികൾച്ചറിൽ ഡീക്ലൈൻ ചെയ്യുന്നത് എന്തുകൊണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു സെക്ടറല്ല അഗ്രികൾച്ചർ. മറ്റ് വലിയ രാജ്യങ്ങളിൽ, വലിയ വികസിത രാജ്യങ്ങളിൽ അവർക്ക് ചിലപ്പോൾ 2%, 4% ഒക്കെ ആയിരിക്കും അവരുടെ ടോട്ടൽ GDP-യിലെ അഗ്രികൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ. പക്ഷെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ. അവർക്ക് ആ 4% തന്നെ അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിനെ കംപ്ലീറ്റ് അവർക്ക് എന്താ പറയുക സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ഇതിന് ലഭിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയും നമുക്ക് പൊതുവെ നിർമ്മാണ മേഖലയിൽ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രൊഡക്ടിവിറ്റിയുടെ ഇഷ്യൂ, അതുപോലെ തന്നെ പിന്നെയുള്ള നിർമ്മാണ മേഖല വളരെ എന്താ പറയുക വൈബ്രൻ്റ് ആണ്. അതല്ലാത്ത മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഈ കയർ ഇൻഡസ്ട്രി, അതുപോലെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ കാഷ്യൂനട്ട് ഇൻഡസ്ട്രി, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതല്ലാതെ വലിയ നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രികളൊന്നും അതിലില്ല. ഓക്കെ. പിന്നെ സർവീസ് അറിയാം അല്ലോ. ഓക്കെ. സർവീസിൽ ഒരു ഇന്നവിറ്റബിലിറ്റി കൂടി അതിലുണ്ട്. കാരണം നമുക്കറിയാം, ഈ പറഞ്ഞ ഗൾഫ് ബൂമിങ് ഉണ്ടായതിനു ശേഷം വലിയ തോതിൽ നമുക്ക് ഫോറിൻ റെമിറ്റൻസ് കിട്ടി. ഓക്കെ. അപ്പോൾ അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തായാലും നടക്കും. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുഴുവൻ നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങൾ വലുതാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ കാർഷിക പ്രൊഡക്ടിവിറ്റി കൂട്ടാനോ ഒന്നുമല്ല നമ്മൾ നോക്കിയത്. നമ്മളെന്താ ചെയ്തത്, വലിയ സ്ഥലത്തിന്, അതുപോലെ വലിയ വലിയ ബിൽഡിങ്, ആ തരത്തിലുള്ള വേറെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടന്നത്. പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നില്ല. ഓക്കെ. മാത്രമല്ല നിർമ്മാണ മേഖലയിൽ ആൾക്കാർ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, കൂലി ഭയങ്കരമായിട്ട് കൂടി. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ലേബർ ആവശ്യമാണ്. അപ്പോൾ കൂലി കൂടി. രണ്ടാമത്തെ കാര്യം, ഈ ലാൻഡിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ സ്ഥലത്തിലുള്ള പൈസ, സ്ഥലത്തിൻ്റെ ഭൂമി വിലയും കൂടി. ഭൂമി വിലയും കൂലിയും കൂടിയ ഒരു സ്ഥലത്ത് നോർമലി മറ്റുള്ള ഇൻഡസ്ട്രിക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്താ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഫോളോ ചെയ്തു. അതെന്താ ചെയ്തത്, പുറമെന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ, ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഭൂമിയിൽ വലിയ വ്യവസായം ചെയ്ത് നമുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിയാൽ പോരെ, അതിനുള്ള പൈസ കൊടുത്താൽ പോരെ. അതേപോലെ തന്നെ കൃഷിക്ക് നമുക്ക് അത്രയും ലാൻഡിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ ലാൻഡിന് അത്ര കോസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ നമ്മളത് വാങ്ങുക. എന്നാൽ അങ്ങനെ വാങ്ങാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനിൽ നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് പഠിക്കാൻ പറ്റില്ല. വലിയ ആൾക്കാരാകുമ്പോൾ അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ എന്താ ചെയ്യുന്ന, എഡ്യൂക്കേഷൻ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം, ബാങ്കിങ് വേണം, അതുപോലെ തന്നെ ഹെൽത്ത്, ഹോസ്പിറ്റലുകൾ വരണം. അത്തരത്തിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളിൽ മുഴുവൻ വലിയ വികസനം ഉണ്ടായി. അതാണ് ഈ സർവീസ് സെക്ടർ. ആ രീതിയിലാണ് നമുക്ക് കൂടുതൽ ബൂമിങ് വരുന്നത്. ഓക്കെ.
പിന്നെ ഫോറിൻ റെമിറ്റൻസ് ഞാൻ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ വലിയൊരു ഫോറിൻ റെമിറ്റൻസ് നമുക്ക് കിട്ടി. നമുക്കത് വലിയൊരു എന്താ പറയുക, ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് കാണണം. അപ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, നമ്മുടെ കൺസപ്ഷൻ കൂട്ടി, അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കൂടി, അങ്ങനെ ഉള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ കുറച്ചെങ്കിലും ഈ പറഞ്ഞ കുറച്ചല്ല വളരെയധികം റെമിറ്റൻസ് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ആക്ടിവിറ്റി അല്ല, ഇത് വേറൊരു രാജ്യത്തെ നടക്കുന്ന ആക്ടിവിറ്റികളാണ് ഈ റെമിറ്റൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്ക് ഒരു പോളിസി ചേഞ്ച് നടത്താനോ അല്ലെങ്കിൽ നമുക്കതിൽ ഇൻ്റർവെൻഷൻ ചെയ്യാനോ യാതൊരു സ്കോപ്പും ഇല്ല. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ അവിടെ നിന്ന് പണി നിർത്തി പോകാൻ പറഞ്ഞാൽ നമ്മൾ പോരേണ്ടി വരും. അങ്ങനെയുള്ള വലിയ ഡിപ്പെൻഡൻ്റ് ആയി നമുക്കായിട്ട് ഒരു പോളിസി ചേഞ്ച് നടത്തി നമുക്ക് ആ റെമിറ്റൻസിനെ കൺട്രോൾ ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്യാറ്റാണ് ബോൾ എന്ന് പറഞ്ഞ പോലെയാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം, നമുക്ക് അതിൽ വലിയ സ്വാധീനമൊന്നുമില്ല. ഓക്കെ, അതൊരു പ്രശ്നമാണ്. അതിനുശേഷം പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഈ ട്രെൻഡ്സ് വളരെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്, മൈഗ്രേഷൻ വളരെ ഡൈവേഴ്സ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. പണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലാണ് നമ്മൾ കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, അങ്ങനൊരു മേഖലയെ നോക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് ഒക്കെയുള്ള മൈഗ്രേഷൻ നമ്മുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരു പ്രത്യേക തീരുമാനം ഒരുമിച്ച് എടുക്കില്ലല്ലോ. അപ്പോൾ അത് ഒരു മിറ്റിഗേഷൻ ആണെന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ കേരള മോഡൽ എക്കണോമി, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തന്നെയാണ്. അത് വളരെ കൺസിസ്റ്റൻ്റ് ആണ്. നമുക്ക് ഒരു സമയത്ത് നമ്മൾ പുറകിലേക്ക് പോകുന്നില്ല. ഇവൻ നമുക്ക് അതിനു വേണ്ടി ഒരുപാട് വലിയ ബർഡൻ ഉണ്ടെങ്കിലും അത് നമ്മൾ പിന്നീട് പഠിക്കാം. അപ്പോൾ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസി റേറ്റ്, ഇതിനൊന്നും ഒരു ജെൻഡർ ഇക്വാളിറ്റി, ഇതിലൊന്നും നമ്മളൊരു കുറവ് വരുത്തുന്നില്ല. ഈവൻ നമ്മളൊരു ലോ ഇൻകം അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ ക്വാളിറ്റി കാണിക്കാൻ പറ്റിയ ഒരു പെർ ക്യാപിറ്റ ഇൻകം ഇല്ലെങ്കിൽ കൂടി നമ്മൾ ആ കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ, അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് വലിയ പ്രശ്നമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടിയ രീതിയിലാണ്. അതേപോലെ തന്നെ അണ്ടർ എംപ്ലോയ്മെൻറ്റും, വലിയ ഡിഗ്രി ഉള്ള ആൾക്കാരാണ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതിനനുസരിച്ചുള്ള ജോലികളോ ഇൻഡസ്ട്രിയോ നമുക്കില്ല. നമുക്കുള്ളത് വളരെ പരിമിതമായിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു എക്കണോമിക് സെക്ടർ നമുക്കില്ല. പിന്നെ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ്, അത് നമുക്കറിയാം, എത്രയാണെന്ന് നമുക്കറിയാം. ഒരു ആരെങ്കിലും അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് റിസർവ് ബാങ്ക് എടുത്ത ആദ്യത്തെ 3 എണ്ണത്തിൽ നമ്മൾ ആദ്യത്തെ 3 ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഡെപ്റ്റ് ടു GDP റേഷ്യോ ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മൾ. ഓക്കെ, അപ്പം അത്രയും കൂടുതലാണ് നമ്മുടെ ഡെഫിസിറ്റ്. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് വളരെ വെൽഫെയർ ആക്ടിവിറ്റീസിന് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഇൻകം ഇല്ല. അതുകൊണ്ട് വീണ്ടും പണം വായ്പ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള രീതി. അതും കേരള മോഡൽ എക്കണോമിയുടെ ഒരു പ്രോബ്ലമാണ്. അതെന്താണെന്ന് നമ്മൾ പിന്നീട് വിശദീകരിക്കാം. അടുത്തത് ഏജിങ് പോപ്പുലേഷൻ. നമ്മൾ മുന്നേ പറഞ്ഞു TFR റേറ്റ് 1987 ശേഷം നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൂടുതൽ കുട്ടികൾ ആയിട്ട് വരുന്നില്ല. നമ്മുടെ ഏജിങ് പോപ്പുലേഷൻ കൂടുകയും കുട്ടികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നുണ്ട്. അർബനൈസേഷൻ പ്രഷർ, അതടുത്ത പ്രശ്നം. നമുക്കറിയാം നമ്മുടെ നാടുകളിലെ അവസ്ഥ പണ്ട് ഉള്ള പോലെ ഉള്ള ഒരു എന്താ പറയുക, ഗ്രാമീണ വ്യവസ്ഥിതി നമ്മുടെ വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാ സ്ഥലത്തും വളരെ റാപ്പിഡായിട്ടുള്ള അർബനൈസേഷൻ, വലിയ റോഡുകൾ, നമ്മുടെ ഉപഭോഗ രീതി, നമുക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എണ്ണം ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വളരെ കൺജസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. പിന്നെ എന്താ പറയുക, ഈ അർബനൈസേഷൻ പ്രഷർ, എന്താ പറയുക, വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വലിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷനിൽ വലിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തിനും നമുക്ക് പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു അർബനൈസേഷൻ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്.
പിന്നെ റെമിറ്റൻസ് ഉള്ള പ്രശ്നം ഈ ഡിക്ലൈൻസ് വരുന്നത് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഗൾഫിലെ പഴയ തരത്തിലുള്ള ബൂമിങ് ഇല്ല. പല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ പല സ്ഥലത്തും പോയി ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഈ യുദ്ധങ്ങളൊക്കെ നമുക്ക് അത് എഫക്റ്റ് ചെയ്യുന്നു. അത് വലിയൊരു വൾണറബിൾ എക്കണോമി ആക്കിയിട്ട് നമ്മുടെ കേരളത്തിനെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അതിന് പുതിയ ഡെവലപ്മെൻറ്റ് മെത്തേഡുകൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഗവൺമെൻറ്റും കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാലറിയാം, പഴയ സമയത്ത് എന്തായിരുന്നു, ഈ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരണത്തിനൊക്കെ വലിയ വിമർശനങ്ങളും വലിയ കടുത്ത പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ പ്രതിഷേധത്തിൻ്റെ ലീഡേഴ്സ് തന്നെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആവാം എന്നുള്ളതൊക്കെ. ഇപ്പോൾ പഴയ വലിയ വലിയ നിലപാടുകളിൽ നിന്നൊക്കെ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വ്യവസ്ഥ, എക്കണോമിക് ആക്ടിവിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഒരു അൺസർട്ടനിറ്റി എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു നോളജ് എക്കണോമി ആയിട്ട് എങ്ങനെ നമ്മളെ മാറ്റാം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോൺ പോലെയുള്ള ഇത്, അതുപോലെ തന്നെ നമ്മുടെ മാരിടൈം എങ്ങനെ യൂസ് ചെയ്യാം, വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹാർബറുകൾ, പോർട്ടുകൾ, അതൊക്കെ നമ്മൾ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ടൂറിസം ആക്ച്വലി ഈ റെമിറ്റൻസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 10% നമ്മുടെ GDP-യിലെ ഒരു ഷെയർ ടൂറിസത്തിനാണ്. ഓക്കെ, അപ്പോൾ ഈ ടൂറിസം ഇതേപോലെ ഒരു എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും. അപ്പോൾ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടൂറിസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന, പുതിയ പുതിയ രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ മറികടന്ന് പോകാനുള്ള പരിശ്രമങ്ങളിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വന്ന AI, റോബോട്ടിക്സ്, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പോളിസി ചേഞ്ച് ചെയ്യും. അതിനൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഈ ബാലഗോപാലും അല്ലെങ്കിൽ P. രാജീവും ഒക്കെയുള്ള നമ്മുടെ മന്ത്രിമാരൊക്കെ മുമ്പേ പറയാത്ത രീതിയിൽ വ്യവസായ സൗഹൃദമാക്കാനും, അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പണ്ടൊരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയപ്പോൾ എന്തായിരുന്നു പ്രതീക്ഷ? ഇപ്പോൾ നമ്മളെന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൊതുവെ എല്ലാവരും എമർജിങ് കേരള വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ, നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം, എന്നാലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു അവസ്ഥ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ട് ഇരിക്കുകയുമാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ എന്തെങ്കിലും കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അതോ വേറെ എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് കാരണം ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, നിങ്ങളെന്താ ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട്, ഒന്നുകിൽ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ ഒന്ന് നിങ്ങൾക്കറിയാം എൻ്റെ ടെലിഗ്രാം ID-യിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, കാരണം ഇപ്പോൾ പുതിയത് ഒരു 2 മൊഡ്യൂളുണ്ട് കേരള എക്കണോമിയുടെ. അപ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഇത് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഒരുപാട് ഈ റിസോഴ്സിൻ്റെ റെഫറൻസ് ബുക്കിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ബുക്കുകൾ വായിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് ആ സിലബസിനുള്ളത് കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇത് പഠിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.